ഇന്നലെ രാവിലെ മുതൽ തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിൻ്റെ പ്രിപ്പറേഷൻസിനെ സംബന്ധിച്ച ആദ്യ പ്രതികരണത്തിലൂടെയാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം അതൊരു വാർത്ത തന്നെയായിരുന്നു. ഞാനത് കണ്ടു ഞെട്ടി. ഞാൻ ഇന്നലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ശരത്തേട്ടൻ അവരോട് സംസാരിക്കുന്നത്. 5000-ലധികം രജിസ്ട്രേഷൻ വന്ന് ക്ലോസ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ്. അതിലേറെ രജിസ്ട്രേഷൻ പിന്നീട് നമ്മൾ മുഖ്യമന്ത്രി ഒക്കെയുള്ള സാന്നിധ്യത്തിൽ അദ്ദേഹമൊക്കെ വന്നു കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ ശാരദാ മുരളീധരനും അത് പറയുന്നുണ്ടായിരുന്നു. രാവിലത്തെ പത്രങ്ങളിലൊക്കെ 2500 മുതൽ 3000 വരെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട് രാവിലെ ഒരു പത്രം ഒക്കെ നോക്കുന്ന ഘട്ടത്തിൽ അപ്പോഴാണ് പറയുന്നത് 5000-ൽ ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു. പിന്നീട് മന്ത്രി രാജീവ് പറഞ്ഞു ഏതാണ്ട് 6000-ൽ പരം ആളുകൾ സന്നദ്ധരായി വന്നു. അതുകൊണ്ട് തന്നെ കിട്ടാതെ പോയവർ, ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർ നിരാശപ്പെടില്ല, അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തുടർ പരിപാടികളൊക്കെ ഉണ്ടാകും എന്ന് പറയുന്ന നിലവിൽ അങ്ങനെ അത്ര നല്ല മികച്ച പങ്കാളിത്തം അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിനിഷ ഇന്ന് അറിയാൻ പോവുകയാണല്ലോ. ഞങ്ങൾ ഇന്നലെ നേരിട്ട് ഞാനും സാലിം മുഹമ്മദും അർച്ചന എല്ലാവരും ഉണ്ടായിരുന്നു, ഉമേഷ് ഉണ്ടായിരുന്നു, കൊച്ചി ടീം മുഴുവൻ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് റസലിൻ്റെ മരണം, CPM-ന്റെ ജില്ലാ സെക്രട്ടറി റസലിൻ്റെ മരണം. അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും മുഖ്യമന്ത്രി അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആ വിവരം. പക്ഷേ ഇവിടെ ഈ വ്യവസായ സൗഹൃദ നിക്ഷേപത്തിലെ ആ അന്തരീക്ഷം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത്. കാരണം ആളുകൾക്കൊക്കെ വലിയ താല്പര്യത്തോടു കൂടി വരികയാണ്. എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭകരൊക്കെയാണ് എത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ മന്ത്രിതല സംഘങ്ങൾ, അതുപോലെ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം, അവർ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ വ്യാവസായിക വികസന മുന്നേറ്റത്തെക്കുറിച്ചുള്ള അസാമാന്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കാകെ ഇക്കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കലവറയില്ലാത്ത പിന്തുണയാണ് നൽകിയത്. നമുക്ക് മറ്റു പല കാര്യങ്ങളും കേരളത്തിന് വേണ്ടുന്ന സാമ്പത്തിക പിന്തുണയുടെ കാര്യത്തിലൊക്കെ വലിയ മടി കാട്ടുന്ന, വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് എങ്കിൽ ഇതിൽ കേരളം വളരെ മികച്ച നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആ റോള് ഭംഗിയായി അവർ നിറവേറ്റി. പക്ഷേ സാമ്പത്തിക സഹായം പോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് മറ്റൊരു പ്രശ്നം അതിനകത്തുള്ളത്. അത് വേണ്ടല്ലോ. ഇത് വന്ന് കലവറയില്ലാത്ത പിന്തുണ വാഗ്ദാനം ചെയ്തു പോയാൽ മതി. മാത്രമല്ല കേരളത്തിൻ്റെ ഏറ്റവും കരുത്തായ മേഖലകൾ ഏതാണ് എന്നൊക്കെയുള്ള അവരുടെ ഒരു എക്സ്പെർട്ടൈസിൽ നിന്നിട്ടൊക്കെയുള്ള നല്ല വർത്തമാനങ്ങളും നല്ല പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി. കൊച്ചി മെട്രോ വന്ന് കാണണം. ജയന്ത് ചൗധരിയാണ് പറഞ്ഞത്. ചൗധരി പറഞ്ഞത് യോഗി ആദിത്യനാഥിനോട് ഞാൻ പറയും, കൊച്ചിയിൽ പോയി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ കേരളത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അത്തരം ഒരു വാട്ടർ പ്രോജക്റ്റ് അവർക്കുണ്ട്. അപ്പോൾ അതിലേക്ക് കേരളത്തിൽ വന്ന് കൊച്ചി വാട്ടർ മെട്രോ പ്രോജക്റ്റ് അടക്കം കണ്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ കുംഭമേള, അവിടെ തിക്കും തിരക്കും മരണമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്നുള്ളത്. അപ്പോൾ പീയൂഷ് ഗോയലും അതുപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതി അദ്ദേഹം പറഞ്ഞത് ഈ ഭാവി കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി നിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് സംബന്ധിച്ച് പല ഊഹാപോഹങ്ങളും നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ അതിൻ്റെ എല്ലാ സ്റ്റെപ്സും എടുത്ത് കേരളം ഈ കാണുന്ന രീതിയിൽ ഭാവിയെ കരുതി മുന്നോട്ട് പോകുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു നിൽക്കുന്നു എന്ന അക്കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ശരിവെച്ച ഒരു പരാമർശമാണ് അദ്ദേഹത്തിൽ നിന്ന് അക്കാര്യത്തിൽ തുടങ്ങിയത്. അവിടെയാണ് അത് പീയൂഷ് ഗോയൽ തന്നെയാണ്. പീയൂഷ് ഗോയൽ പറഞ്ഞു മികച്ച പാർലമെന്റ് ഞങ്ങൾ ഒരേ സമയത്തുണ്ടായിരുന്നു, ഞാൻ കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഓൺലൈനായി ആദ്യം വന്നയാൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞാൻ ഈ പറഞ്ഞവരെല്ലാവരും ഇരിക്കുന്നു. CIAയുടെ അധ്യക്ഷൻ സഞ്ജീവ് പുരി അടക്കം ഇരിക്കുന്ന വ്യവസായ പ്രമുഖരൊക്കെ ഇരിക്കുന്ന നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള MA യൂസഫ് അലി, ഡോക്ടർ രവി പിള്ള, അതുപോലെ തന്നെ ആസാദ്, ഇവരെല്ലാവരും ഉണ്ട്. ഒട്ടേറെ ആളുകൾ ഇരിക്കുന്ന വേദിയിൽ ആദ്യം വന്നത് ഓൺലൈനായി വീഡിയോയിൽ വന്നത് നമ്മുടെ നിതിൻ ഗഡ്കരിയാണ്, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. 50,000 കോടിയുടെ റോഡ് പ്രോജക്റ്റാണ് പ്രഖ്യാപിച്ചത് നിതിൻ ഗഡ്കരി. അതിൽ പലതും ഓൺഗോയിങ് മീൻസ് ഇപ്പോൾ തന്നെ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ആ പ്രോജക്റ്റുകൾ സമയബന്ധിതം, ഇപ്പം 3 മാസത്തിനുള്ളിൽ തുടങ്ങുന്നത്, 5 മാസത്തിനുള്ളിൽ, അങ്ങനെയൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ സ്തംഭിച്ചുപോയ, നിലച്ചുപോയ ദേശീയപാത വികസനം. നമ്മൾ ഇതുപോലെ ഓർമ്മയുണ്ടോ, ഒരു ഗുഡ് മോർണിംഗ് കേരളത്തിൽ രാവിലെ അക്കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേന്ദ്രമന്ത്രി കേരളത്തെ വല്ലാതെ വിമർശിച്ചു. അതിലവരെ കുറ്റം പറയാൻ കഴിയും. നിതിൻ ഗഡ്കരിയെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ദേശീയപാത വികസനം
വികസനം ആകെ സ്തംഭിച്ചു, കേരളത്തിൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ വിമർശനത്തിൽ തെറ്റു പറയാനാവില്ല എന്ന അക്കാലത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ തന്നെയാണ് അത് രാവിലെ ഇതുപോലെ തന്നെ പറഞ്ഞത്, ആ വീഡിയോ കാട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് കേരളത്തിൽ വന്ന മാറ്റം, ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അതിലൂടെ കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ലഭിച്ച കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ നിന്നിട്ടാണ് നിതിൻ ഗഡ്കരി ഈ പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിച്ചത്. അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. മിനിഷ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. ശരി, കാരണം ഇതൊക്കെ പറഞ്ഞറിയാനുള്ള ഒരു കൗതുകം കൂടി ഉണ്ട്. അതെ അതെ അതെ, അത് ഞാൻ പറയാം, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. കേരളത്തെക്കുറിച്ച് ആളുകളെല്ലാം വന്ന് ഇൻവെസ്റ്റേഴ്സ് അവരുടെ താല്പര്യങ്ങൾ പറയുന്നു, ചെയ്യാനുള്ള താല്പര്യങ്ങൾ, ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയോ മനുഷ്യരെ കണ്ടു. ഇന്നലെ ഞാൻ കണ്ടുവരണം പെരുമ്പളം ദ്വീപിൽ ഏറ്റവും വലിയ ഒരു പാലം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി സഹായത്തോടെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. ചേർത്തലയിലാണ് പെരുമ്പളം ദ്വീപ്. വളരെ ദൈർഘ്യമേറിയ ഒരു പാലമാണ്. അത് വരാൻ പോവുകയാണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ പെരുമ്പളം ദ്വീപിൽ ഇതുപോലൊരു ഏറ്റവും മികച്ച ഒരു 5 സ്റ്റാർ റിസോർട്ട് കം ഹോട്ടൽ അതെല്ലാം കൂടി വരുന്ന ഒരു, അതും ഈ പറഞ്ഞതുപോലെ സോളാറാണ്, പൂർണ്ണമായും സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതി. അതെ അതെ, അത് ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ആണ്. അതായത് ജലാശയമാണല്ലോ, ദ്വീപല്ലേ, അപ്പോൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഉപയോഗിക്കുന്ന അങ്ങനെ കേരളത്തിൽ അത് മുൻപ് പരീക്ഷിച്ചിട്ടുണ്ട്, വിജയകരമാണ്. പക്ഷേ അത് പൂർണ്ണമായി അങ്ങനെ വ്യാപകമായി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിലേക്ക്, ഏതാണ്ട് ഒരു 350 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണെങ്കിലും MSMEകളെ കുറിച്ചാണെങ്കിലും ഒത്തിരി ചർച്ചകൾ. ഇന്നലെ അങ്ങനത്തെ കുറെ ഗംഭീര കക്ഷികളെ കണ്ടു. അതായത് ഈ ഹോസ്റ്റൽസിലെ ഹോസ്റ്റൽസിനെ അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പ് ആണ്, ഇൻഫോ പാർക്കുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അവർ ഭയങ്കര രസമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രൂപ്പുകൾക്ക് അവരുടെ സ്റ്റാഫിന് ഹോട്ടൽസ്, അവർക്ക് സ്വന്തമായി ഹോസ്റ്റലില്ല, ഈ കമ്പനികൾ ഹോസ്റ്റൽ നടത്തണ്ട, പക്ഷേ ഇവർ വെൻഡേഴ്സിനെ വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്പോട്ടുകൾ കണ്ടെത്തി നല്ല ഹോസ്റ്റലുകൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ജീവനക്കാർക്ക് കൊടുക്കും, ആളുകൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ കിട്ടും. ബാക്കി എല്ലാ ഇവർ ഫെസിലിറ്റി ഉറപ്പുവരുത്തും. അത് കൊച്ചിയിൽ തുടങ്ങി വളരെ സക്സസ്ഫുള്ളായി വന്നു, കോഴിക്കോടേക്ക് പോയി, അവരിതാ കോയമ്പത്തൂരും എനിക്കൊന്ന് മംഗലാപുരം മറ്റേതോ സ്ഥലങ്ങളിലൊക്കെ അവരിപ്പോൾ പരീക്ഷണാർത്ഥം പോവാണ്. അപ്പോൾ ആ ചെക്കന്മാർ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നമ്മൾ കൃത്യമായി പ്രോജക്റ്റ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോവാണ്, ഇൻവെസ്റ്റേഴ്സ് അവരെ തേടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ വലിയൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ ഈ ശരത്ത് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കായിരുന്നു, ഞാൻ ഇന്നലെ താമസിച്ചത് ഷീ ലോഡ്ജിലാണ്. അതെ അതെ, ഗംഭീര സർക്കാർ പ്രോജക്റ്റാണ്, ഗംഭീര പ്രോജക്റ്റാണ്. അവിടെ ഒന്ന് പോയി താമസിക്കണം, എന്താണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് അറിയണല്ലോ. ഗംഭീര റൂമാണ്, ഷീ ലോഡ്ജ്, അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അത് ഡോർമെട്രി, സിംഗിൾ റൂം ഉണ്ട്. എന്താണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇപ്പൊ ഇന്നലെ വിൻഷ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചെയ്യേണ്ടതുണ്ട്. യെസ്, അങ്ങനെ സംസാരിച്ചാൽ ഇത് ഇക്കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയേറെ വിശേഷങ്ങളുണ്ട് ഇവിടെ. ഇതില് നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഇന്നലെ വന്ന വളരെ പ്രധാനപ്പെട്ട 2 വിദേശ മന്ത്രിമാരുണ്ടായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് UAE ധനകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹം അബ്ദുള്ള ബിൻ തുഖ് അൽമറി ആണ്, ധനകാര്യമന്ത്രിയാണ് UAE. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ അനൗദ്യോഗികമായി പലതവണ അദ്ദേഹം വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ടൂറിസത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു മാറുന്നില്ല, എക്സൈറ്റ്മെന്റ് മാറാതെ തുടർച്ചയായി കേരള ടൂറിസത്തിന്റെ മികവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹ്റിന്റെ വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫുക്രു, ഈ 2 പേരും ചരിത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്, അതിൽ തന്നെ കേരളത്തിന്റെ മികവിനെയും മിഴിവിനെയും സൂചിപ്പിച്ചുകൊണ്ട്, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ മന്ത്രിതല സംഘം തന്നെ അത്തരം ഒരു വലിയ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ അവർ തന്നെ അത്തരം കാര്യങ്ങൾ പറയുന്നതോടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, നിക്ഷേപകരെ സംബന്ധിച്ച് കോൺഫിഡൻസ് കൂടുകയാണ്. മാത്രമല്ല രാജ്യത്തെ ഈ റാങ്കിങ്ങിൽ, ഈ റേറ്റിംഗിൽ, ക്രമീകരണത്തിൽ, റാങ്കിംഗ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുന്ന കുറേ പക്ഷേ വസ്തുതയൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ റേറ്റിംഗിൽ, ക്രമീകരണത്തിൽ നമ്മൾ 1ാം സംസ്ഥാനമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതെല്ലാം വരുമ്പോൾ ഈ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് മന്ത്രി പി രാജീവ് ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കമൻ്റ് ഉണ്ട്. ആ പ്രസംഗം അവസാനിച്ചത് അത് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയേണ്ടത് തന്നെയാണ്. അതായത് ഹെവനാണ് എന്നാണ് പറഞ്ഞത്, വ്യവസായങ്ങളുടെ ഹെവൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് പി രാജീവ് ഈ കാലത്തെക്കുറിച്ച് പറഞ്ഞത്.